Welcome to Recipes for Easy Cooking. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചോക്ലേറ്റ് ആണ്. ഇത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. കുട്ടികളുടെ ബർത്ത്ഡേക്കൊക്കെ ഇതുപോലെ ചോക്ലേറ്റ് വീട്ടിൽ തയ്യാറാക്കാം. ഈ ചോക്ലേറ്റ് ഗോതമ്പ് പൊടി വെച്ചും മൈദപ്പൊടി വെച്ചും തയ്യാറാക്കാം. ഇത് കഴിക്കുമ്പോൾ മാവിൻ്റെ ടേസ്റ്റ് വരില്ല. ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ചോക്ലേറ്റിൻ്റേത് പോലത്തെ ടേസ്റ്റ് തന്നെയാണ് ഇതിനും വരുന്നത്. വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ഷോപ്പിൽ നിന്നും വാങ്ങുന്ന ചോക്ലേറ്റിനേക്കാളും ബട്ടറിൻ്റെ അളവ് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് ഞാൻ 2 തരം ചോക്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും. ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് മിൽക്ക് ചോക്ലേറ്റ് ആണ്. അതിനായിട്ട് 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ഗോതമ്പ് പൊടി, 1/4 കപ്പ് ബട്ടർ. ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ അതേ അളവ് ബട്ടറും എടുക്കണം. ഇതുപോലെ റൂം ടെമ്പറേച്ചറിലായ ബട്ടറാണ് ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടത്. 1/2 കപ്പ് വെള്ളം വേണം. പിന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ആൽമണ്ട് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം വേണമെങ്കിൽ നട്ട്സോ കപ്പലണ്ടിയോ ഒക്കെ പൊടിച്ച് ചേർക്കാം. ചോക്ലേറ്റിന് കൂടുതൽ ടേസ്റ്റ് കിട്ടാനാണ് ഇത് ചേർക്കുന്നത്. 1 ടീസ്പൂണോളം വാനില എസൻസ്. ഇനി 1 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറും 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ആവശ്യമുണ്ട്. ഇത് ചേർത്തില്ലെങ്കിലും ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇത് മിൽക്ക് ചോക്ലേറ്റ് ആയതുകൊണ്ടാണ് പാൽപ്പൊടിയും കൊക്കോ പൗഡറും ചേർക്കുന്നത്. ഇനി ചോക്ലേറ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാനിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി സ്റ്റൗ ഓൺ ചെയ്ത ശേഷം ലോ ഫ്ലെയിമിൽ വയ്ക്കണം. ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ ഇതുപോലെ തുടരെ ഇളക്കി കൊടുക്കണം. ഈ മാവിൻ്റെ പച്ചമണം മാറി നന്നായി ചൂടായി വരണം. പക്ഷെ മാവ് കരിഞ്ഞ് പുകമണം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂട് കൂടുതലാണെങ്കിൽ അല്പസമയം സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. മാവ് നന്നായി ചൂടായിട്ടുണ്ട്. ഈ സമയം എടുത്തു വച്ചിരിക്കുന്ന ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇട്ട ശേഷം കുറച്ച് സമയം നന്നായി ഇളക്കി കൊടുക്കണം. മാവ് ബട്ടറിൽ നന്നായി റോസ്റ്റായി വരണം. ഇപ്പം മാവ് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിനെ മാറ്റി വെച്ച ശേഷം പഞ്ചസാര റെഡിയാക്കിയെടുക്കാം. പഞ്ചസാര കാരമലാക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ച ശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം. തീ കൂട്ടി വെച്ചാൽ ഇത് കരിഞ്ഞ് പുകമണം വരും. കുറച്ച് സമയം ഇതിനെ ചെറിയ തീയിൽ വയ്ക്കണം. അപ്പോൾ പഞ്ചസാര കാരമലായി കിട്ടും. മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ഒരു ലൈറ്റ് കളറായി വന്നാൽ മതി. ഇതുപോലത്തെ കളറാവുമ്പോൾ 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച ശേഷം അടച്ചു വയ്ക്കണം. ഇത് കുറച്ച് സമയം കൊണ്ട് തന്നെ റെഡിയായി കിട്ടും. പഞ്ചസാര നന്നായി അലിഞ്ഞ ശേഷം ഇതുപോലെ തിളച്ച് വരുമ്പോൾ ഇതിനെ നേരത്തെ മാറ്റിവെച്ച മാവിലൊഴിച്ചു കൊടുക്കാം. പഞ്ചസാര ഒഴിച്ച ശേഷം ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇത് പെട്ടെന്ന് റെഡിയാവും. തീ നന്നായിട്ട് കുറച്ച് തന്നെ വെച്ചിരിക്കണം. ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത ശേഷം നന്നായി ചൂടായി കുമിള വരാൻ തുടങ്ങുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യണം. അതിനുശേഷം കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന ആൽമണ്ട് പൗഡറും പാൽപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ഇത് പെട്ടെന്ന് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ കട്ടിയായി പോകും. ഇതുപോലെ നന്നായി മിക്സായി കഴിയുമ്പോൾ ട്രേയിലൊഴിച്ച് തണുക്കാനായി വെക്കണം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഇതുപോലത്തെ ഐസ് ഉണ്ടാക്കുന്ന ട്രേ ആണ് എടുക്കുന്നത്. ഇതിൽ നന്നായി ബട്ടർ തേച്ച് കൊടുക്കണം. അപ്പോൾ സെറ്റായി കഴിയുമ്പോൾ ഇളക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. ഇതിൻ്റെ അടിവശം
സിലിക്കോണാണ്. അതുകൊണ്ട് ഇതുപോലത്തെ മോൾഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇളക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. സിലിക്കോൺ മോൾഡ് ഇല്ലെങ്കിൽ ഒരു പാത്രത്തിൽ നെയ്യ് തേച്ച ശേഷം ഒഴിച്ചു വയ്ക്കാം. സെറ്റായി കഴിയുമ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ മോൾഡിൽ ഒഴിച്ച ശേഷം സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ ഒരു 15 മിനിറ്റോളം ഫ്രീസറിൽ വയ്ക്കാം. അത്രയും സമയം കൊണ്ട് സെറ്റായി കിട്ടും. അടുത്തതായി ഞാൻ ഉണ്ടാക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇത് ഞാനിപ്പോൾ മൈദപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ 1/4 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും ഗോതമ്പ് പൊടിയിൽ തന്നെ ഉണ്ടാക്കാം. ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഇതിനെ ഒന്ന് അരിച്ച് തരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റിയ ശേഷം ഉപയോഗിച്ചാൽ മതി. പാനിലേക്ക് പൊടി ഇട്ട് കൊടുത്ത ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് ഇതിനെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇതുപോലെ തുടരെ ഇളക്കി മാവിൻ്റെ പച്ചമണം മാറുന്നത് വരെ ചൂടാക്കിയെടുക്കണം. ഇതുപോലെ നന്നായി ചൂടായി കഴിയുമ്പോൾ 1/4 കപ്പ് ബട്ടർ ഇട്ട് കൊടുക്കാം. തീ നന്നായി കുറച്ച് വയ്ക്കണം. മാവ് ഈ ബട്ടറിൽ നന്നായി മിക്സായി വരണം. മാവ് ഈ ബട്ടറിൽ നന്നായി മിക്സായി ഒന്ന് ചൂടായി വരണം. ഇതുപോലെ ചൂടായി കഴിയുമ്പോൾ മാറ്റി വെച്ച ശേഷം കാരമൽ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട ശേഷം കുറച്ച് സമയം തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. പഞ്ചസാര കുറച്ച് സമയം കൊണ്ട് കാരമലായി കിട്ടും. ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പഞ്ചസാര ബ്രൗൺ കളർ ആവണം. മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും അല്പം കൂടി കളർ വരണം. പക്ഷേ കരിഞ്ഞു പോകരുത്. ഇതുപോലത്തെ കളർ വന്നാൽ മതി. ഇനി 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച ശേഷം കുറച്ച് സമയം അടച്ചു വയ്ക്കാം. ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇതുപോലെ പഞ്ചസാര ഒന്ന് തിളച്ച് വരണം. ഇതുപോലെ ആയി കഴിയുമ്പോൾ നേരത്തെ മാറ്റിവെച്ച മാവിനെ സ്റ്റൗവിലേക്ക് എടുത്ത് വെച്ച ശേഷം കാരമൽ ഒഴിച്ചു കൊടുക്കാം. തീ നന്നായി കുറച്ച് വെച്ച ശേഷം ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ആൽമണ്ട് പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിൽ പാൽപ്പൊടി ചേർക്കുന്നില്ല. ഇനി ഒരു 1/4 കപ്പോളം കൊക്കോ പൗഡർ കൂടി ഇട്ട് കൊടുക്കണം. ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആയതുകൊണ്ടാണ് കൂടുതൽ കൊക്കോ പൗഡർ ഇടുന്നത്. ഡാർക്ക് ചോക്ലേറ്റിന് മധുരം കുറവായിരിക്കും. ഇതിനെ നന്നായി മിക്സ് ചെയ്ത ശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് കട്ടിയായി പോകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യണം. ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം ഇതുപോലത്തെ ചോക്ലേറ്റിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ അതിലൊഴിച്ച് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ബട്ടർ തേച്ച ശേഷം ഒഴിച്ചു വയ്ക്കാം. സെറ്റായി കഴിയുമ്പോൾ കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതുപോലത്തെ ചോക്ലേറ്റിൻ്റെ മോൾഡിലാണ് ഒഴിച്ചു വയ്ക്കുന്നത്. ഇത് സിലിക്കോൺ ആയതുകൊണ്ട് സെറ്റായി കഴിയുമ്പോൾ ഇളക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. ഇതുപോലെ ചെറിയൊരു സ്പൂൺ വെച്ച് മോൾഡിൽ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച ശേഷം സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഷേപ്പാക്കി കൊടുക്കാം. ബാക്കിയുള്ളതിന് ഞാൻ ഇതുപോലെ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനെ സെറ്റാക്കി എടുക്കാനായി ഫ്രീസറിൽ ഒരു 15 മിനിറ്റ് വയ്ക്കാം. ഇപ്പോൾ ഈ ചോക്ലേറ്റ് നന്നായി സെറ്റായിട്ടുണ്ട്. ഇതിപ്പോൾ കാണാൻ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ചോക്ലേറ്റിൻ്റെ പോലെ തന്നെയുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ ഉരുട്ടി വെച്ചിരുന്ന ചോക്ലേറ്റ് ആണ്. ഇത് നന്നായി സെറ്റായിട്ടുണ്ട്. ഐസ് ട്രേയിൽ വെച്ചിരുന്ന മിൽക്ക് ചോക്ലേറ്റും റെഡി ആയിട്ടുണ്ട്. സാധാരണ ചോക്ലേറ്റ് വയ്ക്കുന്നത് പോലെ ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കണം, അല്ലെങ്കിൽ അലിഞ്ഞ് സോഫ്റ്റായി പോവും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരുന്നതുവരെ ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി.